എന്നാൽ ഈ നല്ല കാലത്തും കുറച്ച് കഷ്ടകാലം ഉണ്ടാവില്ലേ? അല്ല, കുറെ നല്ലതിന്റെ ഇടയിൽ ഒരു ചീത്ത അരി കൊണ്ടെന്നാലേ കുത്തരിയിൽ ഒരു ചെറിയ കറുത്തരി ഉണ്ടാവും, നമ്മളെടുത്ത് കളി, ഉറപ്പല്ലേ? അങ്ങനെ നല്ല സ്ഥാനാർത്ഥികളെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ വളർച്ചയുടെ കാലത്ത് ഒരു കറുത്ത കുത്ത് എവിടെ? കോവളത്തിൽ ഒരു കറുത്ത കുത്തുണ്ട് ഇല്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയ MLA എന്ന് പറയും. ഗുണഗണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പുള്ള, ഈ വളർച്ച ആ നിലയിൽ ഇവിടെ ഉണ്ടോ? കേരളം ആർജിച്ച നേട്ടങ്ങളുടെ തുടർച്ച നമുക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഒപ്പം നിൽക്കാൻ ഈ കോവളത്തെ ജനപ്രതിനിധിക്ക് സാധിച്ചോ? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? പറ്റിയില്ലെന്നാണ്. അപ്പൊ പിന്നെന്താ ചെയ്യാം? അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നല്ല ഒരാളെ കണ്ടുപിടിക്കുക, അല്ലേ? നല്ലൊരു കാര്യം അതില്ലേ, നല്ലൊരാളെ കണ്ടുപിടിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് നല്ലൊരാളെ കണ്ടുപിടിച്ചു. അതാണ് ഭഗത് റൂഫസ്. സംഗതി മനസ്സിലായി. ഞങ്ങളതിന് തപ്പി നടന്നു, ഇയാളെ ഒന്ന് തോൽപ്പിക്കണം, ഒരാളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോണ്ട് കോവളത്തുനിന്ന് ഇങ്ങനെ വരുന്നു, സൂര്യ ഉദിച്ചു വരുന്ന പോലെ വരികയാണ്. ആരാണ്? നല്ല മിടുക്കനായ വിദ്യാർത്ഥിയാ, നല്ല ഡിഗ്രി ഒക്കെ ഉണ്ട്. മനസ്സിലായെങ്കിൽ മണ്ണിന്റെ മണമുള്ള മനുഷ്യർക്കിടയിൽ നിന്ന് മനുഷ്യനെന്ന ഉയർത്തിപ്പിടിച്ച് വിദ്യാഭ്യാസത്തിന്റെ കരുത്തുമായി പരിഷ്കൃത കേരളത്തിന്റെ അടയാളമായി നാളെ പ്രവർത്തിക്കാൻ കേൾപ്പുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞങ്ങള് ഭഗത് റൂഫസിനെ കണ്ടുപിടിച്ചു. ഞാനും കണ്ടുവന്നു. ഒരു കയ്യൊക്കെ പിടിച്ച് കുലുക്കി പോയി നോമിനേഷൻ കൊടുക്കുകയാണ്. അത് വെറുതെ കൈ പിടിച്ച് കുലുക്കിയാണ്ട് നോമിനേഷൻ കൊടുത്തതല്ല, ജയിച്ച് MLA ആയിട്ട് നിങ്ങൾ ഈ തിരുവനന്തപുരം സെക്രട്ടറിയിലേക്ക് കൊണ്ടുപോകാൻ. വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടിന്റെ ആത്മാഭിമാനം ഉയർത്താൻ കഴിയുന്ന പുതിയ തലമുറയുടെ പ്രതീക്ഷയായ ഈ ചെറുപ്പക്കാരനെ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണം. അദ്ദേഹത്തിന്റെ ചിഹ്നമായ മുന്തിരിക്കുലയിൽ പരമാവധി വോട്ടുകൾ ഇവിടുന്ന് സമാഹരിക്കാൻ നിങ്ങൾ സഹായിക്കണം. നമുക്ക് കേരളത്തിന്റെ നല്ല മുന്നേറ്റത്തെ തടയാനുള്ള വലതുപക്ഷ ഗൂഢാലോചനയെ ഈ കേരളം തകർക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. ഈ നാട് ഒരു കാരണവശാലും UDF-നോ വലതുപക്ഷത്തിനോ വർഗീയതയ്ക്കോ കീഴടങ്ങില്ല. നമ്മൾ പുരോഗതിയുടെ വെളിച്ചമുള്ള കേരളത്തെ, മനുഷ്യനന്മ വളരെ വേഗം കുതിച്ചു മുന്നേറുന്ന ഒരു കേരളത്തെ, എല്ലാ മലയാളിയുടെയും നന്മയ്ക്ക് സഹായകരമായ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന മൂന്നാമത്തെ ഇടതുപക്ഷ ഭരണത്തെ, അതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന ഖ്യാതിയിൽ നിന്ന് ലോക നിലവാരമുള്ള ഒരു ജനതയായി മലയാളി കുതിച്ചു മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിക്കുന്ന തീരുമാനമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിന്തുണയും സമ്മതിദാന അവകാശവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തണമെന്നും ഭഗത് റൂഫസിനെ MLA ആയി തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് എല്ലാ അഭിവാദ്യം ചെയ്ത് ഞാൻ വാക്കുകൾ